ഇന്ന് പുലർച്ചെയാണ് തൂപ്രയിലെ നെടുങ്കാലയിൽ കേശവന്റെ വീട്ടിലെ ആടിനെ കടുവ പിടികൂടിയത്. ഈ കൂട്ടിൽ നിന്നാണ് ആടിനെ വലിച്ചുകൊണ്ടുപോയത്. വീട്ടുകാർ കടുവയെ കാണുകയും ചെയ്തു. പുലർച്ചയോടെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഈ കൂട്ടിൽ നിന്ന് ആടിനെ കടിച്ച് വലിച്ച് കടുവ പുറത്തേക്ക് പോകുന്നതാണ് കണ്ടത്. ഇവിടുത്തെ വീട്ടിലെ കേശവേട്ടൻ കടുവയുടെ പിന്നാലെ ഓടുകയും ചെയ്തു. പക്ഷേ കടുവ ആടിനെയും കൊണ്ട് ഈ വഴിയിലൂടെ, ഈ കൂടിന് സമീപത്തെ വഴിയിലൂടെ ഇതിലെ വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ലിഫ്റ്റിംഗ് നടന്നപ്പോൾ നമ്മൾ അത് പരിശോധിച്ച് ജഡം കണ്ടു. ആ ജഡം കണ്ട സ്ഥലത്ത് നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. കടുവ ഇവിടെ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കടുവ ഈ പ്രദേശത്ത് തന്നെ ഇന്നലെ രാത്രി നമ്മൾ സെർച്ച് ചെയ്തപ്പം കണ്ടിരുന്നു. ഇപ്പോൾ ഡ്രോണിൻ്റെ സെർച്ച് നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ജനങ്ങളോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്ന അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്ററോളം മാറിയാണ് ഈ തൂപ്രയിൽ ഇന്ന് പുലർച്ചെ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ വീട്ടുടമസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏകദേശം ഏത് സമയത്തായിരുന്നു? 12 സമയം 12 ആ സമയത്താണ്. ശബ്ദം കേട്ടിട്ടാണ് നോക്കിയത്? ശബ്ദം കേട്ടിട്ട് ഈ ശബ്ദം കേട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ആടിനെ പിടിച്ചിങ്ങോട്ട് ചാടിയത്, കൂട്ടുന്ന ഇങ്ങോട്ട് ചാടി. ഈ അടി പെട്ടെന്ന് ശബ്ദം കേട്ടിട്ട് ഇറങ്ങിയത്. കൂടിന്റെ അഴി പൊട്ടുന്നു. അതൊരു ഊന്നൊരു ഒച്ച കേട്ടെ ഞങ്ങൾ ചാടി ഇറങ്ങുമ്പോൾ ആടിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും ഇതില്ലേ. കാരണം ചേട്ടനും പുറകെ പോകും എൻ്റെ ആടേന്നും പറഞ്ഞുണ്ട്. അപ്പം ഞാൻ ചെന്ന് ചേട്ടനിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നു. കടുവേനെ ശരിക്കും കണ്ടു. വലിയ കടുവ. വനംവകുപ്പിന്റെ സംഘം ഇന്നലെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വ്യാപകമായ തെരച്ചിലാണ് നടത്തിയത്, കുങ്കിയാനകളെ അടക്കം എത്തിച്ച്. അതുകൊണ്ട് ഈ തെരച്ചിൽ സംഘത്തിലെ ആളുകൾ പുലർച്ചെ തന്നെ ഇവിടെ എത്തുകയും ഈ ആടിൻ്റെ ജഡം ഇരയാക്കി വെച്ച് മറ്റൊരു കൂടുകൂടി ഇവിടെ ഒരുക്കുകയും ചെയ്തു. പക്ഷേ കടുവ കൂട്ടിൽ കയറിയിട്ടില്ല. ഇന്നെന്തായാലും ഈ മേഖലയിലടക്കം വ്യാപകമായ തെരച്ചിലുണ്ടാകും. മയക്കുവെടി വെക്കാനുള്ള സാധ്യതകളാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. ഇന്നലെ തന്നെ ഫുൾ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും കടുവയെ കണ്ടെത്താനായാൽ മയക്കുവെടി വെക്കാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.